ഹായ് ഓൾ, ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു മിനി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെയും പോലെ തന്നെ ഇത് രാവിലെ തന്നെ അരി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലേക്ക് ചോറ് തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് വലിയ ചട്ടിയിലാണ് ചോറ് വെക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ചെറുപയറൊക്കെ നിറയെ ഇലകൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കുട്ടികൾക്കുള്ള ചായ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലേക്ക് ഞാൻ കുമ്പളങ്ങ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൺചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്. ഞാനിവിടെ എല്ലാ കറികളും മൺചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്. വേവിച്ചിട്ട് താളിക്കുള്ളൂ കേട്ടോ. എനിക്ക് മൺചട്ടി വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇത് കുമ്പളങ്ങ ചെറുതാക്കി മുറിച്ചിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ്, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ഒഴിച്ചിട്ട് അവിടെ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഒരു ബീട്രൂട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൾക്കത് സ്കൂളിലേക്ക് കൊടുത്തു വിടാമെന്ന് വെച്ചു. അപ്പോൾ ചെറുതാക്കി മുറിച്ചത് ഈ സബോളൻ്റെ ഒരു ചെറിയൊരു പീസും വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കത്തേ നമ്മുടെ കുമ്പളങ്ങയെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് താളിക്കാമേ. അപ്പോൾ ഈ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് അത് പൊട്ടിയ ശേഷം ചെറിയുള്ളി ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തേ. അത് മൂത്ത ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് കുമ്പളങ്ങ കൂട്ടി നല്ലോണം ഇളക്കി ഒന്ന് മൂടി വെച്ച് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇക്കാൻ്റെ വീട്ടിലാണെങ്കിൽ കുമ്പളങ്ങിയിലൊക്കെ തേങ്ങാപ്പാൽ ഒഴിക്കും. അതുപോലെ വെള്ളിരിക്കുപ്പേരി, ചൊരക്കുപ്പേരിയൊക്കെ വെക്കുന്നതിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. ഞാനതൊന്നും ചെയ്യാറില്ല, എളുപ്പപ്പണിയാട്ടോ ഞാൻ നോക്കുന്നത്. പിന്നെ അപ്പോഴേക്ക് അതേ ചട്ടിയിൽ തന്നെ മൺചട്ടി നല്ലോണം കഴുകിയിട്ടുണ്ട്. അപ്പോൾ അതേ ചട്ടിയിൽ തന്നെ ബീട്രൂട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ബീട്രൂട്ടും സബോള എല്ലാം ഇട്ട് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം ഒഴിച്ചിട്ട് മൂടി വെച്ചു കേട്ടോ. അപ്പോഴേക്കും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇതിൻ്റെ പുറകിൽ കുറച്ച് ചെടികളുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് കാശ്മീർ റോസാണ്. ഇതിൽ വന്നിട്ട് ഒരു 3-4 മുട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുഞ്ഞു മുട്ടുകൾ വരുമ്പോഴേക്കും ഇതിൽ വണ്ടോ അതുപോലെ തന്നെ ഓന്തോ എന്തോ സാധനങ്ങൾ വന്ന് തിന്നിട്ട് പോകണം കൊണ്ട് മുട്ടയെ കിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു 3-4 ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ആകെ. പിന്നെ അപ്പോഴേക്കും ബീട്രൂട്ട് എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കടുകിട്ട് അത് പൊട്ടിയ ശേഷം അതിലേക്ക് ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. അതൊന്ന് നന്നായി മൂത്ത ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ശേഷം അതിലേക്ക് വേവിച്ച് വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് സിമ്മിൽ വെച്ചിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഞാൻ ഓഫാക്കി എന്നിട്ട് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ചാറ് കറിയൊന്നും വെക്കുന്നില്ല. ഇന്നലെ രാവിലെ കൊള്ളു കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ തിളപ്പിച്ച് വെച്ചതുകൊണ്ട് ഇപ്പോൾ തിളപ്പിക്കുന്നില്ല. ഞാൻ കഴിക്കാൻ പോകുമ്പോഴേ തിളപ്പിക്കുന്നുള്ളൂ. അപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ട്. ഇന്ന് വലിയ ചട്ടിയിൽ വെച്ചതുകൊണ്ട് ഞാൻ വേഗം ഇതുകൊണ്ടൊന്ന് ഊറ്റിയെടുത്തു. പിന്നെ വേഗം ഉള്ളൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി വേഗം തുടച്ചു വിട്ടു. പിന്നെ ഗ്യാസൊക്കെ ഒന്ന് വേഗം തുടച്ചു. പിന്നെ ഇത് വന്നിട്ട് കുട്ടികൾക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചതാണ് കേട്ടോ. ചോറിൻ്റെ മേലെ വെച്ചിട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഞാൻ വേഗം ഗ്യാസിൽ വെച്ചു. പിന്നെ മോളുടെ ലഞ്ച് ബോക്സ് എല്ലാം പൊതിഞ്ഞ് ബാഗിലാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ റെഡിയായി ഇറങ്ങിയിട്ടോ. അത് മോളുടെ കയ്യിലുള്ളത് എനിക്ക് കുറച്ച് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ മോള് പോയ ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ നിന്നു. രാവിലെ ഞാൻ ഇത്തിരി ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ കുറച്ച് ഉരുളൻകിഴങ്ങ് ഗ്രേവി പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ, സീ യു.